ഇന്ന് റമദാൻ 5 നമ്മൾ 5-ാമത്തെ ജുസ് ആണ് ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ നിസായിലെ 24-ാമത്തെ ആയത്ത് മുതൽ 134 ആയത്ത് ഉൾപ്പെടെയുള്ള ആയാത്തുകളാണ് ഈ 5-ാമത്തെ ജുസിലെ ആയത്തുകൾ. ഇതിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട, അയൽപക്ക ജീവിതം, സാമൂഹിക ജീവിതം, ഇടപാടുകൾ, മതനിയമങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജുസ്ആണ്. അതായത് ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണമേ എന്ന്. ആ മാർഗം പറഞ്ഞു തരികയാണല്ലോ ഖുർആൻ. അപ്പൊ നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ മാർഗ ദർശനങ്ങൾ, ഹിദായത്ത്, എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടത് എന്നൊക്കെ വളരെ സവിസ്തരമായി പ്രതിപാദിക്കുന്ന ഒരു ജുസ് ആണ്. ഇതിൽ ആരെയൊക്കെ വിവാഹം കഴിക്കാം, ഏതെല്ലാം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന കാര്യമാണ് ഒരു തുടർച്ചയായി വരുന്നത്. 4-ാമത്തെ ജുസുവിന്റെ അവസാനം അതായിരുന്നല്ലോ, വിവാഹബന്ധം ഹറാമായ സ്ത്രീ പുരുഷന്മാർ. അതായത് രക്തബന്ധത്തിലൂടെ വിവാഹബന്ധം നിഷിദ്ധമാകാം, അതുപോലെ മുലകുടി ബന്ധത്തിലൂടെയാകാം, അതുപോലെ മുസാഹറ, വൈവാഹിക ജീവിത ബന്ധം കൊണ്ട് തന്നെ വിവാഹബന്ധം ഹറാമായ സ്ത്രീകളുണ്ടാകും. ഒരാൾ കല്യാണം കഴിച്ചാൽ ഭാര്യയുടെ ഉമ്മ സ്വന്തം ഉമ്മ തന്നെയാണ്. അതുപോലെ കണക്കൂട്ടണം, അവരുമായി വിവാഹബന്ധം പിന്നെ പാടില്ല. ഭാര്യയെ ഒഴിവാക്കിയാലും ഭാര്യയുടെ ഉമ്മ തന്നെയാണ്. എന്നാൽ ഭാര്യ ഉള്ളപ്പോൾ പാടില്ല, ഭാര്യ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനത്തെ ബന്ധങ്ങളും ഉണ്ട്. ഇപ്പൊ ഭാര്യന്റെ അനുജത്തി, ജ്യേഷ്ഠത്തി, ഭാര്യ ഉള്ള സമയത്ത് കല്യാണം കഴിക്കാൻ പറ്റൂല. പക്ഷെ ഭാര്യനെ ഒഴിവാക്കിയാൽ, ഭാര്യ മരിച്ചു പോയാൽ ജ്യേഷ്ഠത്തിനെയും അനുജത്തിനെയും ഒക്കെ കല്യാണം കഴിക്കാനുള്ള അനുവാദമുണ്ട്. രണ്ടും ഒന്നിച്ച് പാടില്ല എന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ഖുർആൻ തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ജുസു അവസാനിച്ചത്. പിന്നെ 2 സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കുക, അത് പാടില്ല എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരാളുടെ ഭാര്യ, ആ ഭാര്യയെ വിവാഹം കഴിക്കരുത് എന്ന് പോലും ഖുർആൻ പറയേണ്ടി വന്നു. കാരണം അതുപോലും ജാഹിലിയ്യ കാലത്ത് ഒരു പരിഗണിക്കപ്പെടാത്ത വിഷയമായത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഖുർആൻ അന്നുള്ളവരോട് ഊന്നി പറയേണ്ടി വന്നത്. അതുപോലെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കുടുംബത്തിന്റെ സമ്മതം അതോടുകൂടി വിവാഹം കഴിക്കണം. ഫഖിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന, കുടുംബത്തിന്റെ സമ്മതം വേണം. വആതുഹുന്ന ഉജൂറഹുന്ന, മഹർ കൊടുക്കണം. 2 കാര്യമാണ് പ്രധാനമായും അല്ലാഹു തആല പറഞ്ഞത്. അതായത് പ്രേമം ഇന്ന് വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ, യുവ തലമുറക്കിടയിൽ വലിയ ഒരു വിഷയമായ സംഗതിയാണ് പ്രേമം. പ്രേമത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇത്തരം വിഷയങ്ങൾ മക്കളോട് വരെ തുറന്ന് സംസാരിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രേമത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ധൈര്യമായിട്ട് പ്രേമിക്കണം. ധൈര്യമായിട്ട് പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ ഒളിച്ചും പൊത്തിയും വേണ്ട. വീടിന്റെ മറവിൽ, ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ, പാടത്ത്, അങ്ങനെയുള്ള പ്രേമം വേണ്ട. വീട്ടിൽ പറയാം, ഇരു വീട്ടുകാരും അറിയാം, സമൂഹം അറിയാം, ഇരുന്ന് നിക്കാഹ് ചെയ്യുക, സ്നേഹിക്കുക. അതാണ് ധൈര്യമായുള്ള പ്രേമം. അല്ലാതെ ഒളിച്ചു പൊത്തിയുള്ള കളി വേണ്ട. ഫഖിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന, കുടുംബത്തിന്റെ അറിവോടെ, സമ്മതത്തോടെ ആയിരിക്കണം വിവാഹം നടക്കേണ്ടത്. അതുപോലെ തന്നെ മഹർ കൊടുത്തിട്ട് സമൂഹ മധ്യേ ഏറ്റെടുക്കുകയും വേണം. ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്ന രൂപത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നടക്കുന്നതാകണം വിവാഹം എന്ന രൂപത്തിലാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന്
പാശ്ചാത്യർ കുറച്ച് വിവാഹമില്ലാതെ ഒന്നിച്ച് ജീവിച്ച് നോക്കുക, എന്നിട്ട് പറ്റുമോ നോക്കുക, എന്നിട്ട് കല്യാണം കഴിക്കുക, ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾക്കും കരണീയമെന്ന് യുവതലമുറ ചിന്തിച്ചു തുടങ്ങിയോ, അതിന് സാമൂഹിക സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ടോ എന്ന് കൂടി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. കാരണം നിക്കാഹിന് മുമ്പ് ഡേറ്റ് കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് നമ്മൾ നിശ്ചയം എന്നാണ് പറയാറുള്ളത്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പള്ളിയിലെ കാരണവന്മാർ, നാട്ടിലെ കാരണവന്മാരും പള്ളിയിലെ ആൾക്കാരൊക്കെ ഇരുന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത ഒരു ഡേറ്റ് കാണും. അതിനാ നിശ്ചയം എന്ന് പറയുന്നത്. അത് മാറിയിട്ട് ഇപ്പൊ ഒരു ഉറപ്പിക്കൽ പരിപാടിയുണ്ട്. ആ രണ്ട് കുടുംബവും കൂടി തമ്മിലും ഉറപ്പിക്കലാണ്. എന്നിട്ട് ഒരു മൗനാനുവാദം കൊടുക്കും അവർക്ക് ജീവിക്കാൻ. പിന്നെ അവരൊന്നിച്ചാണ് യാത്ര. ഈ രൂപത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഫോൺവിളിയും ഒക്കെയായി. ഇതൊരു പാശ്ചാത്യ അനുകരണമാണ്. ഈ വിദ്യാർത്ഥി എന്ന് പറഞ്ഞതും പാശ്ചാത്യരെ നിങ്ങൾ ക്രിസ്ത്യാനികളെ ചാണിനി ചാണായി അനുകരിക്കും എന്ന് പറഞ്ഞതൊക്കെ വെറും വിവാദത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, സംസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടിയാണ് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ സ്ത്രീ പുരുഷ ബന്ധം പറഞ്ഞിടത്ത് അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്ന ഇവിടെ ഒരു കാര്യം, വലാത്തകത്തൊരു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊന്നുകളയരുത് എന്നാണ്. വലിയ അർത്ഥവത്തായ ഒരു വാക്കാണത്. കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വികാരമാണ്, ഒന്ന് സാമ്പത്തികമായതും അതുപോലെ ഒന്ന് എതിർലിംഗത്തോടുള്ള ആശയം. ഇത് രണ്ടും ഒരു കാരണവശാലും മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, സ്വമേധയാ മനുഷ്യനിൽ ഉണ്ടാകുന്നതാണ്. അതിനുള്ള പരിഹാരം അല്ലാഹു തആല വിവാഹത്തിലൂടെ അതുപോലെ ഹലാലായ ധനസമ്പാദന മാർഗത്തിലൂടെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ആ വഴിക്കാണ് പോകേണ്ടത്. വഴി തെറ്റിപ്പോയാൽ നിങ്ങൾ കൊല്ലേണ്ടി വരും, ഒന്നുകിൽ നിങ്ങളെ അല്ലെങ്കിൽ പരസ്പരം എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ അല്ലാഹു തആല നടത്തുന്നത്. നമുക്കറിയാം, ഇന്നതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാല് എത്ര കുട്ടികളാണ് ഇപ്പോ പ്രേമത്തിൽ പരസ്പര ബന്ധം ആരും അറിയാതെ ഉണ്ടാക്കിയെടുക്കുകയും എന്നിട്ട് അവസാനം അതെവിടെയും എത്താതെ നിരാശപ്പെട്ട് അവരുടെ ആ സ്നേഹബന്ധം, വളരെ ഊഷ്മളമായി തോന്നിയ ആ സ്നേഹബന്ധം ഒരു ക്രൂര ജീവിയായി അവരുടെ ജീവൻ എടുക്കാൻ വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ തന്നെ ഒരു പക്ഷേ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. അവരെ ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെ ആ ഭീകര ജീവി അവരുടെ അഭിമാനത്തെ, സമ്പത്തിനെ, ചാരിത്രത്തെ മുഴുവൻ കാർന്നു തിന്നു കളയുന്ന ഒരവസ്ഥയുണ്ട്. അല്ലാഹു പറയുന്ന വലാത്തകത്തൊരു അംഫുസക്കും, നിങ്ങൾ കൊന്നുകളയരുതേ, നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയോ പരസ്പരം കൊല നടത്തുകയോ ചെയ്യരുത്. അതെല്ലാം വേണ്ടി വരുന്നത് അനാവശ്യമായ അത്തരം ബന്ധങ്ങളിലൂടെയും അതുപോലെ വഴിവിട്ട സാമ്പത്തികത്തിലൂടെയുമാണെന്ന് അള്ളാഹു ഉപദേശിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നു 31-ാമത്തെ ആയത്തിൽ, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങൾ വലിയ വലിയ തെറ്റുകൾ ഒഴിവാക്കി ജീവിച്ചാൽ, ചെറിയ അപാകതകളൊക്കെ വന്നു പോകും, മനുഷ്യരല്ലേ, ഒക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. പള്ളിയിലേക്ക് നടന്നു വന്നാൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഒദു ചെയ്താൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് പാപങ്ങൾ പുറത്തു പോകുന്നുണ്ടല്ലോ. മനുഷ്യന്റെ ചെറിയ ദോഷങ്ങളൊക്കെ, നിങ്ങൾ വലിയ കുറ്റകൃത്യങ്ങൾ നല്ലോണം സൂക്ഷിച്ച് നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ചെറിയ അപാകതകളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമെന്ന് അല്ലാഹു പറയുന്നതാണ് നമ്മൾ 31-ാമത്തെ ആയത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ പുരുഷനും സ്ത്രീക്കും സമ്പാദിക്കാനുള്ള അധികാരമുണ്ട്. സ്ത്രീക്കും പുരുഷനും സ്വമേധയാ സമ്പാദിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരുടെ രണ്ട് വിഭാഗത്തിന്റെയും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഊന്നി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ രണ്ടുപേർക്കും അനന്തരാവകാശമുണ്ട്, സ്ത്രീക്കുമുണ്ട് പുരുഷനുമുണ്ട്. അതെല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ ഒരു അധികാരമുള്ളവരാണ് എന്ന രൂപത്തിൽ ഖവ്വാമൂന എന്ന ഒരു വാക്ക് പ്രയോഗം ഖുർആൻ ഇവിടെ നടത്തുന്നത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരെ ഭരിക്കുന്നവരാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഏതൊരു സ്ഥാപനത്തിനും ഒരു ലീഡർ ആവശ്യമാണ്. അത് സ്കൂളാണെങ്കിലും ഇനി മറ്റെന്ത് ഓഫീസുകളാണെങ്കിലും അവിടെയൊക്കെ ഒരു ലീഡർ ഉണ്ടാകും. അപ്പൊ കുടുംബത്തിൽ ഒരു ലീഡർ വേണം. ആ ലീഡർ
കുടുംബനാഥനാണ് എന്ന ആശയമാണ് അല്ലാഹു അതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യതിരക്തതകൾ, സ്ത്രീയുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എന്തെല്ലാം കഴിവുകൾ വേണം അതെല്ലാം നൽകിക്കൊണ്ട് സ്ത്രീയെയും, പുരുഷന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന് എന്തെല്ലാം കഴിവ് വേണം അതെല്ലാം നൽകിക്കൊണ്ട് പുരുഷനെയും അള്ളാഹു സൃഷ്ടിച്ചത് പരസ്പരം അകലാനല്ല, മറിച്ച് പരസ്പരം ആകർഷിക്കാനാണ് എന്ന വസ്തുത കൂടി ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും പുരുഷനാണ് ചെലവ് നടത്തേണ്ടത്, സ്ത്രീയുടെ സാമ്പത്തിക ചുമതല മുഴുവനും പുരുഷനാണ് വഹിക്കേണ്ടത്, അദ്ദേഹത്തിനാണ് അതിന്റെ ബാധ്യതയുള്ളത് എന്ന് കൂടി ഖുർആൻ സൂചിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നത്, എത്ര തന്നെ സൗഹൃദത്തിൽ ജീവിച്ചാലും പിണക്കങ്ങൾ ഉണ്ടാകാം കുടുംബജീവിതത്തിൽ. അങ്ങനെ പിണക്കങ്ങൾ ഉണ്ടായാൽ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കണം. അവിടെ നിൽക്കുന്നില്ലെങ്കിൽ രണ്ടുപേരുടെയും കുടുംബത്തിൽ നിന്ന് ഒരു വിധികർത്താവ്, മധ്യസ്ഥൻ, ആ മധ്യസ്ഥന്മാര് വന്ന് കാര്യം ചർച്ച ചെയ്യണം. പക്ഷെ മധ്യസ്ഥന്മാര് വരുന്ന സമയത്ത് സ്വാഭാവികമായും പുതിയാപ്പളയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ആ ഭാഗം പറയുകയും പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അവരുടെ ഭാഗം പറയുകയും എന്നിട്ടൊരു അവകാശം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയെടുത്തിട്ട് ഒരു പിടിവലി നടത്തുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. നിങ്ങൾ അങ്ങനെ മധ്യസ്ഥം പറയരുത് എന്ന് ഉപദേശിക്കുകയാണ് അള്ളാഹു. കാരണം അള്ളാഹു പറയുന്നു, അവർക്ക് ഇസ്ലാഹാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു നേരിയാക്കി കൊടുക്കും. രണ്ടും തമ്മിൽ ഒന്ന് യോജിപ്പിക്കലാണ് മധ്യസ്ഥന്മാരുടെ ഉദ്ദേശമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അതുകൊണ്ട് ആ രൂപത്തിൽ സംസാരിക്കണം എന്ന് അള്ളാഹു പറയുകയാണ്. ഇവിടെ തന്നെ ഉടനെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഈ കുടുംബപരമായ വഴക്ക് പറഞ്ഞ ഉടനെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ശിർക്ക് ചെയ്യരുത് എന്ന് പ്രത്യേകം പറയാൻ കാരണം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ചില ആളുകൾ ആദ്യം ഓടുക അത്തരം പണി ചെയ്യുന്ന, സിഹർ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്കാണ്. ഭർത്താവിന് ചെയ്യുക, അതുപോലെ ഭാര്യയ്ക്ക് ചെയ്യുക, ഇത് ഒന്ന് പിരിച്ചു കിട്ടുക അല്ലെങ്കിൽ യോജിപ്പിക്കുക, ഇതിനു വേണ്ടിയുള്ള ഓട്ടം. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും യഥാർത്ഥ മധ്യസ്ഥം പറയുകയും ഒക്കെയാണ് വേണ്ടത്. നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന് സാന്ദർഭികമായി അല്ലാഹു തആല ഉണർത്തുകയും, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ മാതാപിതാക്കളെ അവഗണിച്ച് കളയരുത്. ഒബിൽ വാലിദൈനി ഇഹ്സാന, അവരോട് നിങ്ങൾ നന്മ ചെയ്യണം. അതുപോലെ കുടുംബക്കാരോടൊക്കെ നല്ല രീതിയിലാകണം. അനാഥകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പാവപ്പെട്ടവരുടെ കാര്യവും ശ്രദ്ധിക്കണം. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിദ് ജുനുബി വസാഹിബി ബിൽ ജംബി, നിങ്ങൾ ജോലി സ്ഥലത്തുള്ള നിങ്ങളുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ കുടുംബമില്ലാത്ത അയൽവാസികൾ, കുടുംബമുള്ള അയൽവാസികൾ, അതുപോലെ യാത്ര ചെയ്ത് വന്ന് കുടുങ്ങിപ്പോയ ഒന്നുമില്ലാത്ത ആളുകൾ, അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കണം. ഒരുപക്ഷെ യാത്രക്കാരൻ നാട്ടില് വലിയ പണക്കാരനായിരിക്കും, പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കയ്യിലൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്ക് സക്കാത്തിന്റെ മുതലില് വരെ അവകാശമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അധീനത്തിലുള്ള സംരക്ഷണത്തിലുള്ള ആളുകളുടെ കാര്യം, ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ സൂറ ആയത്തുകളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇവർക്കെല്ലാം കൊടുക്കണമെങ്കിൽ, അയൽവാസികളെയും കുടുംബങ്ങളെയും ഒക്കെ പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം? ദാനധർമ്മശീലം, ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. പക്ഷേ സാധാരണ ഉണ്ടാകാറുള്ളത് അതാണ് സൂചിപ്പിക്കുന്നത്, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ലി, അവര് ലുബ്ധരാണ്, ഒന്നും കൊടുക്കൂല എന്ന് തന്നെയല്ല, ലുബ്ധതയാണ് വേണ്ടത് എന്നാണ് അവർ പരസ്പരം ഉപദേശിക്കുക. ദാനധർമ്മം വേണം എന്നല്ല. ഭർത്താവിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഭാര്യ പറയും ഇപ്പോൾ വേണ്ട, അപ്പൊ ചെലവാക്കാണ്ടിരിക്കുക. ഭാര്യയാണ് പറയുന്നതെങ്കിൽ ഭർത്താവ് തിരിച്ചും പറയും. ചുരുക്കി പറഞ്ഞാൽ കൊടുക്കാൻ പറ്റാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യുന്ന ഒരു മേഖലയാണത്. അതല്ല വേണ്ടത്, നിങ്ങൾ സാമ്പത്തികമായി പരിഗണിക്കുകയാണ് വേണ്ടത്. മറ്റൊരിടത്ത് ഖുർആനിൽ പറയുന്നത്, കുടുംബക്കാരെ നിങ്ങൾക്ക് നോക്കാൻ കഴിയണമെങ്കിൽ ഇസ്രാഫ് ഒഴിവാക്കണം. സ്വന്തം ജീവിതത്തിൽ കിട്ടുന്നതൊക്കെ അടിച്ചു പൊളിച്ച് നിർത്താൽ അയൽവാസികൾക്കും കുടുംബങ്ങൾക്കും ഒന്നും കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഒരു അത്യാവശ്യത്തിനുള്ള ചെലവാക്കി ജീവിക്കുകയാണെങ്കിൽ പലർക്കും കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടാകും എന്ന ഉപദേശവും അല്ലാഹു തആല ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലതും കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കണം?
അതും പറയുന്നു, വല്ലദീന യുൻഫിഖൂന അംവാലഹും റിയാഅൻ നാസി വലാ യുമിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ. ആളുകൾ കാണാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനും വിശ്വാസമില്ല, പരലോകത്തും വിശ്വാസമില്ല. അള്ളാഹുവിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിന് ഈമാനുമായിട്ടാണ് ബന്ധം. ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിന് ശൈത്താനായിട്ടാണ് ബന്ധം. ഇതാ ഖുർആൻ പറയുന്നത്. വമൻ യകുനി ശൈത്താനു ലഹു ഖരീനൻ ഫസാഅ ഖരീന. ഒറ്റ ശൈത്താനെ കൂട്ടുകാരനാക്കിയാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഓന്റെ കൂട്ടുകാരൻ വളരെ മോശം എന്ന് പറയാനല്ലാതെ നിവൃത്തിയൊന്നുമില്ല. അപ്പോ കുടുംബത്തിനോ മറ്റോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങച്ചം, ആളുകൾ കാണാൻ വേണ്ടി അങ്ങനെ ഓനെന്താ കൊടുത്തത് എവനെന്താ കൊടുത്തത് എന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു കൊടുക്കൽ, ഈ ജാതി കൊടുക്കലൊന്നും വേണ്ട. മറിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെലവാക്കേണ്ടത് എന്ന് കൂടി അള്ളാഹു താല ഉപദേശിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഏതായാലും കൊടുക്കുന്നില്ലേ, ഏതായാലും കുടുംബത്തിനും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതിന്റെ കൂലി എന്തിനാ നിങ്ങൾ ബാത്തിലാക്കി കളയുന്നത്? അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടും അന്ത്യദിനത്തിൽ വിശ്വസിച്ചിട്ടും അങ്ങ് കൊടുത്താൽ പോരെ. ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിലും കൊടുക്കലാണ് നടക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കലാണെങ്കിലും കൊടുക്കലാണ് നടക്കുന്നത്. എന്നിട്ട് ഈ കൊടുത്തതിന്റെ കൂലി എന്തിനാ നഷ്ടപ്പെടുത്തുന്നത് എന്ന വലിയ ഒരു ചോദ്യവും അള്ളാഹു ചോദിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് ഒരു കുഴപ്പം? അള്ളാഹുവിൽ വിശ്വസിച്ചുകൂടെ? അന്ത്യദിനത്തിൽ വിശ്വസിച്ചുകൂടെ? എന്നിട്ട് അള്ള കൊടുത്തതിൽ നിന്ന് അവർക്ക് ചെലവാക്കിക്കൂടെ? അതല്ലേ വേണ്ടത്. അപ്പൊ അള്ള കൊടുത്ത ധനം ചെലവാക്കുമ്പോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്ത് വിശ്വസിക്കുകയും ചെയ്യല്ലേ വേണ്ടത്. ഈ ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുത്തിട്ട് എന്ത് കിട്ടാനാ എന്ന് അള്ളാഹു വളരെ ഗൗരവത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യവും ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇനി അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചും പരലോകത്ത് വിശ്വസിച്ചിട്ടും നമ്മൾ കൊടുക്കുന്നത് ഒരു പക്ഷെ വളരെ തുച്ഛമായതായിരിക്കാം. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചല്ലേ ചെലവാക്കാൻ പറ്റൂ. വളരെ കുറച്ചായിരിക്കാം. അത് എത്ര കുറച്ചാണെങ്കിലും, അത് മിസ്കാൽ ദർറത്താണെങ്കിലും അതിനെ അല്ലാഹു തആല വളർത്തി വലുതാക്കി നാളെ മഹ്ശറയിൽ നമുക്ക് തന്നെ തരുന്നതാണ്. വലിയ കൂലിയാക്കി അല്ലാഹു തആല തിരിച്ചു തരുന്നതാണ് എന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഉപദേശിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പുലരുന്ന ഒരു ദിവസത്തിൽ അഭിമുഖീകരിക്കുന്ന സമയത്ത്, അത് നേർക്കുനേരെ കാണുന്ന സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും, എന്താകും ആ രംഗം എന്നൊക്കെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ അല്ലാഹു ഈ ലഹരി വസ്തുക്കളിലേക്ക് പോവുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. നിങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരത്തെ സമീപിച്ചു പോകരുത്. പല ഘട്ടങ്ങളിലായിട്ടാണ് കള്ള് നിരോധിച്ചത് എന്ന് നമുക്കറിയാം. അതിന്റെ രണ്ടാം ഘട്ടമാണിത്. അതായത് നിങ്ങൾ കള്ള് കുടിച്ചുകൊണ്ട് നമസ്കരിക്കരുത്. കള്ള് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതിന്റെ ദോഷവശാണ് കൂടുതൽ എന്ന് ആദ്യം പറഞ്ഞപ്പോ പിന്നെ സഹാബാക്കളൊക്കെ ഒരു ലിമിറ്റ് വെച്ചു കുടിക്ക്. കാരണം ഒന്നിച്ച് പെട്ടെന്ന് കുടി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരു ലിമിറ്റ് വെച്ചുള്ള കുടിയായിരുന്നു. അങ്ങനെ പിന്നെ അവര് ഏതോ ഒരു സഹാബി ഇമാമത്തിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ നമുക്കറിയാം സൂറത്ത് ഓതിയിട്ട് തീരാതെ പോയ ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ. 3582 വാഹനം ഒന്ന് മാറ്റി കൊടുക്കണം. പോലീസ് അവിടെ ഉണ്ട്, ശ്രദ്ധിക്കണം. ഇവിടെ ഉള്ള ആളുകളാണെങ്കിൽ അപ്പോ അള്ളാഹു പറഞ്ഞു, സുക്കാറ, മസ്ത് പിടിച്ചവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നമസ്കരിക്കരുത്. എന്തുകൊണ്ടാ മസ്ത് പിടിച്ചിട്ട് നമസ്കരിക്കരുത് എന്ന് പറഞ്ഞത്? അള്ളാൻ ഓർമ്മ ഉണ്ടാവൂല. ഇപ്പൊ കള്ളു കുടിക്കാതെ തന്നെ മസ്ത് പിടിക്കാതെ തന്നെ നിസ്കരിച്ചിട്ട് പഠിച്ചോന്ന് ഓർമ്മയില്ല. അതും ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയല്ലേ. വേറെ എവിടെയൊക്കെയോ ചിന്തിച്ച് നിസ്കരിച്ചിട്ടുണ്ടാ കാര്യം. അപ്പൊ നമ്മുടെക്ക് ഒരു മനസ്സ് അള്ളാഹുവിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ടായിരിക്കാം. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ വലിയ അശുദ്ധിയുള്ള ആളുകൾ പള്ളിയിൽ താമസിക്കരുത് എന്ന ഒരു വിഷയവും കൂടി ഇവിടെ അള്ളാഹു പറയുന്നു. ഒരാജുനുബൻ. പക്ഷേ വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക്, ജനാപത്തുള്ള ആളുകൾക്ക് പള്ളിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനോ മറ്റോ ഒന്ന് അതിനെ നടക്കേണ്ടി വന്നു. എന്നാൽ അതിന് കുഴപ്പമില്ല. ഇല്ല ആബിരി സബീരി,
ഹത്താ തഗ്തസിലു, കുളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ താമസിക്കരുത് എന്ന അള്ളാഹുവിന്റെ വിധിയും ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി കുളിക്കാൻ വെള്ളമില്ല, അല്ലെങ്കിൽ രോഗമായി പൊതുവെടുക്കാനും കുളിക്കാനൊന്നും വെള്ളം കിട്ടാതെ വന്നു, വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നു. എന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ തയമ്മും ചെയ്യണം എന്നുകൂടി അള്ളാഹു ഇതിൽ പഠിപ്പിക്കുകയാണ്. തയമ്മും നമുക്കറിയാം, വളരെ വ്യക്തമായി തയമ്മുമിന്റെ കാര്യങ്ങൾ പഠിച്ച ആളുകളാണ് നമ്മൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു സഹാബിക്ക് ജനാബത്തുണ്ടായി. ഒരു യാത്രയിൽ ജനാബത്തുണ്ടായപ്പോ അദ്ദേഹം ഇങ്ങനെ സ്വയം ഇജ്തിഹാദ് ചെയ്തു, ഗവേഷണം ചെയ്തു. വുളൂഇന് പകരം തയമ്മും ചെയ്യുന്നത് കയ്യിലും മുഖത്തുമാണെങ്കിൽ എനിക്കിപ്പോ ജനാബത്താണ് ഉണ്ടായിരിക്കുന്നത്, അപ്പൊ ശരീരം മുഴുക്കെ മണ്ണുപയോഗിക്കണ്ടേ എന്ന രൂപത്തിൽ ഒരു മൃഗം മണ്ണിൽ കിടന്നുരുളുന്നത് പോലെ അദ്ദേഹം മണ്ണിൽ കിടന്നുരുണ്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തയമ്മുമിന്റെ രൂപം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അതുകൊണ്ട് തയമ്മും നമുക്കറിയാവുന്നതാണ്, അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ഏതായാലും അള്ളാഹു പറയുകയാണ്, വല്ലാഹു അഅലമു ബിഅഅദാഇക്കും, അള്ളാഹുവിനറിയാം നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്ന്. എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് കരുതി വല്ലാതെ പേടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ആകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനറിയാം നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്ന്. നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. ഒരു കഴിവിന്റെ പരമാവധിയുള്ള ഒരു തയ്യാറെടുപ്പുകളും ശ്രദ്ധയും ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അങ്ങനെ മുന്നോട്ട് പോകാം. വഖഫാ ബില്ലാഹി വലിയൻ വഖഫാ ബില്ലാഹി നസീറ, സഹായത്തിന് അള്ളാഹു മതി. യഥാർത്ഥ തവക്കുലോടുകൂടി നിങ്ങൾ ജീവിക്കുക. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി അംഗീകരിച്ച് ജീവിക്കാനുള്ള ആഹ്വാനം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദീനയിൽ താമസിച്ചിരുന്ന ജൂതന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിലും ചീത്ത പറയാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ സമീഅന വ അതഅന, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയേണ്ടതിന് പകരം അവര് പറഞ്ഞു സമീഅന വ അസൈന, ഞങ്ങൾ കേട്ടു നീ പറഞ്ഞതൊക്കെ, പക്ഷെ ഞങ്ങൾ ധിക്കരിക്കുന്നു. വസ്മ, നീ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഗൈറ മുസ്മഇൻ, നീ പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി എന്ന രൂപത്തിന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. എന്നിട്ട് അള്ളാഹു തിരുത്തുകയാണ്, ഒരു പ്രവാചകൻ എന്ന നിലക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നുമല്ലായിരുന്നു അവർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ താക്കീത് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്ക് എന്ന മഹാപാപം അള്ളാഹു തആല പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ശിർക്ക് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മോക്ഷം ലഭിക്കണമെങ്കിൽ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം അത് തിരുത്തണം, തൗഹീദിലേക്ക് വരണം. മരിക്കുന്നത് ശിർക്കോട് കൂടിയാണെങ്കിൽ ശിർക്കോട് കൂടി മരണപ്പെട്ട വ്യക്തിക്ക് ഒരു കാരണവശാലും അല്ലാഹു തആല മാപ്പ് നൽകുകയില്ല, ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ഇനി മഹ്ശറയിൽ ചെന്ന് നോക്കിയിട്ട് ശിർക്കില്ല, വേറെ കുറെ കുറ്റകൃത്യങ്ങൾ ഉണ്ട്, അങ്ങനെ വന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലാത്തവർക്ക് ആ തെറ്റിന് കണക്കായ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവരെ അള്ളാഹു തആല സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നതാണ്. പൂർണ്ണമായി സ്വർഗം അവർക്ക് നിഷിദ്ധമാവുകയില്ല. നേരെ മറിച്ച് ശിർക്കോട് കൂടി മരണപ്പെട്ടാൽ പൂർണ്ണമായി സ്വർഗം നിഷിദ്ധമാണ്. അത്തരം ആളുകൾക്ക് സ്വർഗം ഹറാമാണ്. ഇതാണ് ഖുർആനിൽ പലയിടങ്ങളിലും അല്ലാഹു തആല പറയുന്നത്. വീണ്ടും അല്ലാഹു പറയുന്നു, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വയം പൊക്കി പറയുന്ന ചില ആളുകൾ, അവരെ കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അതിനെ അല്ലാഹു അപലപിക്കുകയാണ്. അതായത് ഈ ആത്മപ്രശംസ അത്ര നല്ലതല്ല. പലരും ഉണ്ട് വല്ലാതെ ഉഷാറാക്കിയിട്ട് തന്നെ പൊക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വേണ്ട. ആളുകൾ പറയട്ടെ, ആളുകൾക്കറിയാവുന്നത് അവര് പറഞ്ഞോളൂ. നമ്മളെ തന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ അതിനെന്ത് അർത്ഥമുള്ളത്? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, സ്വയം പൊക്കി പറയണ്ട എന്ന് അല്ലാഹു തആല പറയുകയാണ്. വലില്ലാഹു യുസക്കി മൻ യശാ, അള്ളാഹു തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ തസ്കിയത്തായിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യന്റെ തസ്കിയത്തിന്റെ, അവന്റെ സംശുദ്ധിയുടെ, ജനങ്ങളുടെ ഇടയിലുള്ള യഥാർത്ഥ അംഗീകാരത്തിന്റെ തുടക്കം അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീലിനോട് പറയും ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു എന്ന്. ജിബ്രീൽ മലക്കുകളോട് പറയും നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന്. ആ മലക്കുകൾ ഭൂവാസികളുടെ മനസ്സിലേക്ക് ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന ഒരു ചിന്ത ഇട്ടുകൊടുക്കും. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടും. ഇങ്ങനെയാണ് മനുഷ്യരോടുള്ള ഇഷ്ടം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരിക. അല്ലാതെ മനുഷ്യ ഇവിടുന്ന് അങ്ങോട്ടുണ്ടാക്കലല്ല. എന്നെല്ലാവരും ഇഷ്ടപ്പെടണം, അതുകൊണ്ട് ഞാൻ നല്ലതാണ്, ഞാൻ ഉഷാറാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്ന സ്നേഹമല്ല യഥാർത്ഥത്തിലുള്ള സ്നേഹവും അതുപോലെ അംഗീകാരവും എന്ന് അള്ളാഹു തആല ഉണർത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേര് കേട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഹാബാക്കളുടെ പേര് കേട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. റസൂലിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരുടെയും മനസ്സിൽ എങ്ങനെ ഒരു ഇഷ്ടം വന്നു? അത് അള്ളാഹു തന്നെ സന്നിവേശിപ്പിച്ചതാണ്. അങ്ങനെ അള്ളാഹു തന്നെ ആ ഇഷ്ടം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കണം, അല്ലാതെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതല്ല എന്ന് കൂടി അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം ധിക്കരിച്ച് ജീവിക്കുന്ന സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു തആല പറയുന്നത് അവരെ അള്ളാഹു തആല ശപിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വാക്കുകൾ തള്ളി അള്ളാഹുവിന് പുറമെ മറ്റു പലതിനെയും ആരാധിച്ച് പ്രതീക്ഷിച്ച് നടന്ന ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അള്ളാഹു ശപിക്കുന്ന ആളുകൾക്ക് ഒരു സഹായം ഉണ്ടാവുകയില്ല എന്നുകൂടി അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു അസൂയയെ വളരെ ഗൗരവത്തിൽ തന്നെ നിഷേധിക്കുന്ന, പാടില്ല എന്ന് പറയുന്ന, അതിനെ അപലപിക്കുന്ന വചനങ്ങളിലൂടെയാണ് തുടർന്നു പോകുന്നത്. അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുല്ലാഹു മിൻ ഫദ്ലിഹി. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് നൽകിയതിൽ എന്തിന് അസൂയപ്പെടണം? നമുക്ക് ഒന്ന് സന്തോഷിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ, നമ്മുടെ സന്തോഷം കൊണ്ട് സന്തോഷിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ സന്തോഷിക്കുന്ന സമയം വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് ജനങ്ങളുടെ സന്തോഷം കൂടി എനിക്ക് സന്തോഷമായി അനുഭവപ്പെടണം എന്ന് വിചാരിക്കുകയാണെങ്കിലോ ഒരുപാട് സമയം നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അപ്പൊ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതും അവർ അഭിവൃദ്ധിപ്പെടുന്നതും നമുക്ക് സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. നേരെ മറിച്ച് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഒരു മോശമായി തോന്നുന്ന അവസ്ഥ, അസൂയയായി തോന്നുന്ന അവസ്ഥ, അത് അള്ളാഹിനോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. നീ കൊടുത്തത് ശരിയായില്ല, അവൻ എല്ലായിരുന്നു കൊടുക്കേണ്ടത് എനിക്കാണ് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ അസൂയ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് പാടില്ല എന്ന് അല്ലാഹു തആല വിലക്കുകയാണ്. പിന്നെ നരകവാസികളുടെ നരകശിക്ഷയുടെ അതീവ ഗൗരവമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുകയാണ് 56-ാമത്തെ വചനത്തിൽ. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്രീഹിം നാറ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകവാസികളെ നരകത്തിലിടുന്ന സമയത്ത് അവരുടെ തൊലി കത്തിപ്പോകും. അങ്ങനെ തൊലി ഉരുകി പോകുന്ന സമയത്ത് അവരുടെ തൊലി മാറ്റിക്കൊടുക്കുന്നതാണ്. കാരണം തൊലിയിലൂടെയാണല്ലോ വേദന അറിയുന്നത്. ആ തൊലി നഷ്ടപ്പെടാൻ പാടില്ല എന്ന രൂപത്തിൽ അല്ലാഹു അത് വീണ്ടും വീണ്ടും മാറ്റിക്കൊടുക്കുന്ന രംഗവും ഇവിടെ പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരകത്തിലൊരു മനുഷ്യനെ കൊണ്ടുപോയി ഇടുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വലുപ്പത്തിലും അളവിലും അല്ല. നരകത്തിന് വേണ്ടി ഒരു പ്രത്യേക സൃഷ്ടിപ്പാണ്, സ്വർഗത്തിന് വേണ്ടിയും ഒരു പ്രത്യേക സൃഷ്ടിപ്പാണ്. ഇവിടെയുള്ള സാധനങ്ങളൊന്നും സ്വർഗത്തിന് വേണ്ടല്ലോ, ആമാശയത്തിന്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ദഹന പ്രക്രിയയും അതുപോലെ മലമൂത്ര വിസർജനവും ഇതൊന്നും അവിടെ വേണ്ടല്ലോ. അവിടെ പിന്നെ ഭക്ഷണം കഴിക്കുന്നതും അതുപോലുള്ള സംഗതികളൊക്കെ മനുഷ്യൻ ചെയ്യുന്നത് വിശപ്പ് മാറാനോ ദാഹം മാറാനോ ഒന്നുമല്ല, ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് സ്വർഗത്തിലുള്ള പരിപാടികളും. സ്വർഗക്കാരുടെ പണി തന്നെ അല്ലാഹു ഖുർആനിൽ പറയുന്നത് ഹും ഫീ ശുഗ്ലിൻ ഫാഖിഹുൻ. അവരെ പണി സുഖിക്കലാണ്. ഇവിടുത്തെ പണി എന്നാ, ഇവിടെ സുഖിക്കലല്ല പണി, ഇവിടെ സുഖിക്കാൻ വേണ്ടിയിട്ടാ പണി. ഒരു വീട്ടിൽ താമസിക്കലേ അതിനെത്ര പണിയാ. അതുപോലെ എന്തെങ്കിലും ഒരു ആസ്വാദനം കിട്ടണമെങ്കിൽ, ഒരു വാഹനം വാങ്ങണമെങ്കിൽ അതിന്റെ പണിയും സുഖവും കൂടെ നോക്കുമ്പോൾ സുഖമൊന്നുമല്ല ഇവിടെ. സ്വർഗത്തിലെ പണി എന്താ? ഒരു പണി, വേറെ പണിയൊന്നുമില്ല, സുഖിച്ചൂടെ തന്നെ. സുഖിക്കലാണ് പണി എന്നാ പറഞ്ഞത്. അതിനെ പറ്റിയ ഒരു ശരീരപ്രകൃതവുമായിട്ടാണ് അവിടെ സൃഷ്ടിക്കപ്പെടുക. എന്നാൽ നരകത്തിലേക്കുള്ള സൃഷ്ടിപ്പോ ഇത്തരം ഈ കാണുന്ന ഒരു മനുഷ്യരൂപം നരകത്തിലങ്ങ് കൊണ്ടിട്ടാൽ അങ്ങ് കൊണ്ടുപോയി നരകത്തിൽ വീഴുന്നതിന്റെ മുമ്പ് അങ്ങ് വണ്ടിയിലായി പോകും. കാരണം നരകത്തിന്റെ തീയിന്റെ ചൂടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം.
അപ്പൊ മനുഷ്യന്റെ വലുപ്പം അത്ര ഉണ്ടാകും. ചില ഹദീസുകളിലൊക്കെ കാണുന്നത് ഒരു ചുമലിൽ നിന്ന് അടുത്ത ചുമലിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്റർ കണക്കിന് ദൂരേണ്ടെന്ന ഒരു മനുഷ്യന്റെ വലുപ്പം, നരകത്തിൽ കൊണ്ടുവരുന്ന മനുഷ്യന്റെ വലുപ്പം. അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്രയും വലിയ രൂപത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന, അത്രയും കട്ടിയുള്ള തൊലികളിലൊക്കെയുള്ള ഒരു മനുഷ്യനെ ആക്കിയിട്ടാണ് അവിടെ കൊണ്ടുപോയിടുന്നത്. കത്തിക്കാൻ മാത്രം നരകത്തിന്റെ വലുപ്പം പോലെ തന്നെ ആണിനും വലുപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. ആരെയും വഞ്ചിക്കരുത്. ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി തിരിച്ചു കൊടുത്തിട്ടാകണം നിങ്ങൾ ജീവിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ആശയം മക്കക്കാർക്ക് പറ്റിയില്ല. അങ്ങനെ അവർ ഉപദ്രവിച്ചു മദീനയിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ആ പോകുന്ന ദിവസം പോലും റസൂൽ ചെയ്ത ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. എന്താണത്? അലി എന്ന തന്റെ സഹോദരന്റെ പുത്രൻ അലി ഇബ്നു അബീ താലിബ് എന്ന ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹിയുടെ കയ്യിൽ ആളുകൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ച അമാനത്തുകൾ അലിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഞാൻ പോയാ മോനിത് എല്ലാ വീട്ടിലും തിരിച്ചു കൊണ്ട് കൊടുക്കണം, ഇത് ഇന്ന ആളുടേതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മക്കയിലുള്ള ശത്രുപക്ഷത്തുള്ള ആളുകൾ പോലും സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സുരക്ഷിതമായി അത് ഏൽപ്പിച്ചിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. റസൂൽ അൽ അമീനാണ്. അപ്പോ അമാനത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു. രണ്ടാമത് എടുത്തു പറയുന്നത് അതിൽ നീതിയുടെ കാര്യം. നീതി പൂർണ്ണമായിരിക്കണം നമ്മുടെ വിധി. നമ്മൾ ജഡ്ജിയായ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മളാണ് വിധി പറയാറുള്ളത്. നമ്മുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളാണ് വിധി പറയാറുള്ളത്. എല്ലാ വിധിയും അത് നീതിപൂർവമായിരിക്കണം എന്ന് അല്ലാഹു തആല ഉപദേശിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ മദീനയിൽ വെച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ ഈമാനില്ലാത്ത നിഫാഖ് മനസ്സിലുള്ള ആളുകൾ റസൂലിന്റെ അടുത്ത് പോകുന്നതിന് പകരം ജൂത പണ്ഡിതന്മാരുടെ അടുക്കൽ വിധി തേടി പോകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അള്ളാഹ് ഇത് പിടിച്ചു. റസൂലുള്ളാഹി ഇത് കാണുന്നൊന്നുമില്ല. പക്ഷേ അള്ളാഹു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അവര് വിധി തേടി പോകുന്നത് താബൂത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരുടെ കള്ളി വെളിച്ചത്താക്കി. എന്നിട്ട് അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, അവര് ആ ചെയ്ത അക്രമം, അതായത് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയം റസൂൽ ഉള്ളയിരിക്കെ റസൂൽ അല്ലാത്ത അതല്ലെങ്കിൽ കടുത്ത ശത്രുവായ ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ അവസ്ഥ വളരെ മോശമാണ് അവർ ചെയ്തത്. അത് റസൂലിനോട് തന്നെ അവർ ചെയ്ത അപരാധമാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നതോടൊപ്പം തന്നെ റസൂലിനോട് വന്ന് മാപ്പ് പറയണം. കാരണം റസൂലിനോട് പിന്നെ ഒരു എതിർപ്പാണ് അവർ പ്രകടിപ്പിച്ചത്. എങ്കിലേ അല്ലാഹു തആല പൊറുക്കുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്ന രംഗമുണ്ടായി. അവരെ പണി റസൂലുള്ളാഹിക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തുടർന്നു പോവുകയാണ്. വലു അന്ന കതബന അലൈഹിം അൻ ഖുതുലു അൻഫുസകും അവ യഖ്റുജു മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാല ശരീഅത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കാണിത്. അതായത് ജൂതന്മാർക്ക് പാശ്ചാത്തപിക്കണമെങ്കിൽ അവരുടെ പാശ്ചാത്താപം തൗബ എന്ന് പറയുന്നത് തെറ്റ് ചെയ്ത ആളുകളെ കൊന്നുകളയുക എന്നതായിരുന്നു. അതുപോലെ വീട്ടിൽ നിന്ന് താമസം മാറുക എന്ന കടുത്ത നിബന്ധനയായിരുന്നു അള്ളാഹു തആല വെച്ചത്. അതുപോലുള്ള ഒരു സംഗതി എങ്ങാനും അള്ളാഹു അങ്ങ് പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കൊണ്ടുനടക്കാനും പറ്റൂ എന്ന ഒരു കാര്യം അള്ളാഹു പറയുകയാണ്. അങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നില്ല. അള്ളാഹു നേരത്തെ അത് പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്താ ചെയ്യാ എന്ന് ചോദിക്കുന്നു. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ നടപ്പിൽ വരുത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. അതൊന്നും അള്ളാഹു പറയുന്നില്ലല്ലോ. കുറ്റസമ്മതം നടത്തുക, തൗബ ചെയ്യുക, ഇനി ചെയ്യാതിരിക്കുക, ഇതെല്ലാമല്ലേ വേണ്ടത്. എന്നിട്ട് അല്ലാഹു തആല ഫാത്തിഹയിലുള്ള ഒരു പ്രാർത്ഥനയെ വിശദീകരിക്കുകയാണ്. അതായത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ ഞങ്ങളെ നീ വഴി നടത്തേണ്ടത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ്. ആരാണ് നീ അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ,
അമ്പിയാക്കളുടെ പാത, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ആ പാതയിലാണ് ഞങ്ങൾക്ക് ചരിക്കേണ്ടത് എന്ന് നമ്മൾ ഫാത്തിഹയിലൂടെ എല്ലാ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ഒരു പാതയിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അല്ലാഹു പറഞ്ഞു തരുന്നു, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക. അള്ളാഹ് പറഞ്ഞതുപോലെ, റസൂല് പറഞ്ഞതുപോലെ ജീവിക്കുക. എന്നാൽ ഇവരുടെ കൂട്ടത്തിലാണ് നാളെ മഹ്ശറയിൽ പോയാൽ ഉണ്ടാവുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന ചില മടിയന്മാർ, ഉള്ളിൽ നിഫാഖുള്ളത് കൊണ്ടാണ്, എന്തെങ്കിലും യുദ്ധവും കാര്യം ഉണ്ടെങ്കിൽ ഇവരുമെല്ലാം ഒഴിഞ്ഞിടും. ആളുകൾ പോയി ചെയ്യട്ടെ, ജയിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കട്ടെ, തോൽക്കുന്നുണ്ടെ തോൽക്കട്ടെ എന്ന രൂപത്തിൽ അവർ ഒഴിഞ്ഞു നിൽക്കും. അങ്ങനെ ഒഴിഞ്ഞു നിന്നിട്ട് എന്തെങ്കിലും ഒരു മുസീബത്താണ് ഈ പോയ ആളുകൾക്ക് നാശനഷ്ടാണ്, പരാജയമാണ് ഉണ്ടായതെങ്കിൽ ഇവരെന്ത് പറയും? അത് അൻഅമല്ലാഹു അലയ്യ, എനിക്കല്ല വലിയ അനുഗ്രഹം ചെയ്ത് ഞാൻ പോയില്ല, അതുകൊണ്ട് കഴിച്ചലായി എന്ന് പറയും. ഇനി പോയ സഹാബാക്കൾക്ക് വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, ഗനീമത്തൊക്കെ കിട്ടി തിരിച്ചു വന്നാൽ ഇവര് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ലൈതനി കുന്തു മഅഹും, ഞാൻ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ അല്ല. ഈ ഇസ്ലാമിനോട് യാതൊരു കൂറുമില്ല, പ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ല. ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുന്നത് ലാഭവും, നഷ്ടം വരാതെ രക്ഷപ്പെട്ട് കിട്ടിയാൽ അത് ഭാഗ്യവും എന്ന് കരുതുന്ന ആളുകളാണവർ. അവര് ആ രൂപത്തിലുള്ള മനുഷ്യരാണ് എന്ന് അല്ലാഹു തആല തുറന്നു പറയുകയാണ്. ഇനി അന്നുള്ള യോദ്ധാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംരക്ഷണാർത്ഥം ചെയ്ത യുദ്ധത്തിൽ പങ്കെടുത്ത അവിടുത്തെ അനുയായികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലാഹു അവരോട് പറയുന്നു, മറുപക്ഷത്തും യോദ്ധാക്കൾ ഉണ്ടല്ലോ. മറുപക്ഷത്തുള്ള യോദ്ധാക്കൾ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ ഫീ സബീലി താബൂത്ത, താബൂത്തിന്റെ മാർഗത്തിൽ, അതിനാണ് അവർ യുദ്ധം ചെയ്യുന്നത്. നിങ്ങളോ? നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഫീ സബീലില്ല. നിങ്ങൾ ഫീ സബീലില്ലയും അവർ ഫീ സബീലി താബൂത്ത്. അപ്പൊ ഫീ സബീലി താബൂത്ത് അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫീ സബീലില്ലയിൽ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സാധിക്കുക തന്നെ ചെയ്യും. തന്നെയുമല്ല, അവർ ഔലിയാ ശൈത്താനാണ്. നിങ്ങളോ? നിങ്ങൾ ഔലിയാ ഉള്ളയുമാണ്. ഔലിയാ ഉള്ളയും ഔലിയാ ശൈത്താനും തമ്മിലാണ് പോരാട്ടം. ഷെയ്ത്താന്റെ തന്ത്രം, ഇന്ന കൈദ ശൈത്താനി കാന വഈഫ, അത് വളരെ ബലഹീനമായതല്ലേ. അള്ളാഹുവിന്റെ പക്ഷമാകട്ടെ, അള്ളാഹു ഖവിയാണ്, അവൻ വളരെ ശക്തനാണ്, ഉന്നതനാണ് എന്ന് കൂടി അള്ളാഹു ധൈര്യം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ യുദ്ധം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ട് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയെ അല്ലാഹു തആല എടുത്തു പറയുന്നത് നമുക്കിതിൽ കാണാൻ കഴിയും. അഥവാ 77-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയും, അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയക്കും വഅഖീമു സ്വലാത്ത വആതു സക്കാത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് വിശ്വാസികൾക്ക് അടികിട്ടിയിരുന്നു, വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഒളി യുദ്ധത്തിലൂടെ ആരും കാണാതെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചെയ്യാൻ അവർക്കും സാധിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതല്ലേ. ഉമർ ഫാറൂഖിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂല, തിരിച്ചങ്ങോട്ടും ചെയ്യാൻ കഴിയൂല. പക്ഷെ ആ സമയത്തൊക്കെ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, പരസഹായം ചെയ്യുക, തിരിച്ചൊന്നും ചെയ്യരുത്, കാരണം അള്ളാഹു അതിന്റെ അനുമതി തന്നിട്ടില്ല. അപ്പോഴൊക്കെ അവര് ചോദിക്കാറുണ്ടായിരുന്നു, മദീനയിൽ വന്ന ഉടനെയും സഹാബത്ത് ചോദിക്കാറുണ്ടായിരുന്നു, നമുക്കിങ്ങനെ കിട്ടിയാൽ മതി വഴി, ഒന്ന് നമുക്ക് കൊടുക്കണ്ടേ, അതായത് ഒന്ന് തടുത്തു വെക്കണ്ടേ എന്ന രൂപത്തിൽ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു പറയുന്നു, നങ്ങളൊന്ന് ചെയ്തൂടി എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പറയപ്പെട്ടപ്പോൾ ഇതാ ഫരീഖുൻ മിൻഹും യഖ്ശൗൻ, ഒരു കൂട്ടരവ പേടിക്കുന്നു, അന്നാസ മനുഷ്യന്മാരെ പേടിക്കുന്നു, ഖശ്യത്തിന്റെ അള്ളാഹിനെ പേടിക്കുന്നത് പോലെ, ഔ അശദ്ദ ഖശ്യ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പേടി. എന്നിട്ട് അവര് പറയാ, വഖാലു റബ്ബനാ ലിമ ഖതബ്ത അലൈനൽ ഖിതാൽ, നീ എന്തിനാ റബ്ബേ നമുക്ക് യുദ്ധം നിർബന്ധമാക്കിയത്? അത് വേണ്ടായിരുന്നു, നിസ്കാരം സക്കാത്ത് തന്നെ മതിയായിരുന്നു, ഇത് നിർബന്ധാക്കിയപ്പോ കുടുങ്ങിപ്പോയി എന്ന് കുറച്ച് ആളുകൾ ഈ മുസ്ലിം പക്ഷത്ത് നിന്ന് പറയുന്നുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോ ചോദിച്ചു വാങ്ങി കിട്ടി വെക്കുമ്പോ വേണ്ടാന്ന് വെച്ച് ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത്, ആർജവത്തോടുകൂടി മുന്നേറുകയാണ് വേണ്ടത് എന്ന് അല്ലാഹു തആല പറയുന്നു. എന്തിനെയാണ് പേടി? മരണത്തെയല്ലേ. നിങ്ങൾ ഏത് കോട്ടയിലാണെങ്കിലും മരണം നിങ്ങൾക്ക് പിടികൂടുക തന്നെ ചെയ്യും എന്ന് കൂടി അവരോട് അല്ലാഹു പറയുകയാണ്.
എന്നിട്ട് തുടർന്നുള്ള വചനങ്ങളിൽ ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് പരിപൂർണമായി അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നേറുക എന്ന രൂപത്തിൽ പ്രചോദനം നൽകുകയാണ് അടുത്ത ആയത്തിൽ അള്ളാഹു. ഇനി വളരെ മോശമായ ഒരു പരിപാടിയാണ് 83-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നു. ജനങ്ങളുടെ ഇടയിൽ വളരെ മോശമായ ഒരു സ്വഭാവം എന്താണത്? എന്തെങ്കിലും ഒരു വാർത്ത കിട്ടി, അത് ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം, ഏതാണെങ്കിലും പ്രചരിപ്പിക്കാൻ. അത് ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ടുണ്ട്. ഫോർവേഡ് ചെയ്യാൻ എല്ലാ ഗ്രൂപ്പിലേക്കും ഇങ്ങനെ അടിച്ചു വിടുക. അത് അന്നുകൊണ്ട് അന്ന് ഫോണില്ല, ചെവിയിൽ നിന്ന് വായി തൊള്ളയിൽ നിന്ന് ചെവിയിലേക്ക് ഇങ്ങനെ അടിച്ചു മാറുക. അല്ലാഹു തആല പറയാണ്, വലൗ റദ്ദൂഹു ഇലാ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. അത് റസൂലിനോട് വന്ന് പറയാം, എന്താ ഇതിന്റെ തീരുമാനം, എങ്ങനെയാ അത് പറയേണ്ടത്, എന്താ അതിന്റെ പരിഹാരം. അല്ലെങ്കിൽ ഉലുൽ അംറിലേക്ക് കൈകാര്യ ബോധമുള്ള അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ് പോലുള്ള പ്രഗത്ഭന്മാരില്ലേ അവിടെ, ഓരോട് സംഗതി പറയാം. എന്നാൽ അവർ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇത് അതൊന്നുമില്ലാതെ താഴെ കടയിലുള്ള ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോഴേക്ക് അടിച്ചു മാറി ഓരെന്നെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ, അത് വളരെ ദോഷമാണ് എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. അതുപോലെ അല്ലാഹു റസൂലിനോട് ധൈര്യം കൊടുക്കുന്നു, താങ്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് മുന്നേറുക. താങ്കളോടല്ലാതെ, താങ്കളുടെ കാര്യമല്ലാതെ താങ്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് മുന്നേറുക. മുഅ്മിനീങ്ങളെ ഒക്കെ പ്രേരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് എന്നെല്ലാരോടും പറയാ. കൂടുന്നവരൊക്കെ കൂടട്ടെ, കൂടാത്തവരെ കൂടണ്ട, താങ്കൾ മുന്നോട്ട് പോയിക്കോ. അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറു. സത്യനിഷേധികൾ എന്ത് ഉപദ്രവമായിട്ട് വന്നാലും അള്ളാഹ് നോക്കിക്കോളും. അള്ളാഹ് ധൈര്യം കൊടുക്കുക. നിങ്ങൾ ഒറ്റക്കാണെന്ന് വിചാരിച്ച് പേടിക്കണ്ട, ഇവനിൽ ഒയ്യാണല്ലോ എന്ന് വിചാരിച്ച് പേടിക്കാൻ വേണ്ട. ആരൊഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ മുന്നേറിക്കോ, അള്ളാഹ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ധൈര്യം കൊടുക്കുകയാണ്. പിന്നെ മദീനയിൽ മുനാഫിക്കുകൾ ഉണ്ടായപ്പോ സഹാബാക്കൾ രണ്ട് പക്ഷത്തായി. ഇവരെ നമ്മൾ മറ്റോരെ കാണും പോലെ കാണണോ, അല്ല നമ്മളെ കാണുന്ന പോലെ കാണണോ? അള്ളാഹു ചോദിക്കുക, ഫമാലക്കും മുനാഫിഖീന ഫി യദൈനി. നിങ്ങളെന്തേ മുനാഫിക്കുകളുടെ കാര്യത്തിൽ രണ്ട് പക്ഷത്താണോ? അങ്ങനെ ആകാൻ പാടില്ല. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ മറുപുറത്തുള്ള ആളുകളെക്കാളും വളരെ മോശം. മുനാഫിക്കുകൾ നരകത്തിന്റെ താഴെ തട്ടിലാണ് എന്ന് തുടർന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇനി യുദ്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതല്ലേ, അപ്പൊ ഇസ്ലാമിൽ ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞത് വളരെ ലാഘവത്തോടെ കാണുന്നു എന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്. ഒരു മനഃപൂർവ്വമല്ലാതെ പോലും ഒരാളെ കൊന്നുപോയാൽ അത് വലിയ കുറ്റമാണ് എന്ന് അല്ലാഹു പറയുകയാണ്. കൊല്ലാൻ പാടില്ല. അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ അത് വലിയ പാപമാണ്, ശാശ്വതമായ നരകമാണ് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും അല്ല, ഒരു ആക്സിഡന്റിലോ മറ്റോ അങ്ങ് മരണപ്പെട്ടു പോയി, മനുഷ്യൻ മരിച്ചുപോയി. അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന്റെ പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്യണം? അല്ലാഹു തആല പറയുന്നത്, ഒരു അടിമയെ മോചിപ്പിക്കണം. അള്ളാഹുവുമായുള്ള ആ കുറ്റത്തിന്റെ കണക്ക് തീർക്കാൻ ഒരടിമയെ മോചിപ്പിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ ശേഷം പറയുന്നുണ്ട്, 2 മാസം നോമ്പ് നോക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് അള്ളാഹുവുമായുള്ള ഭാഗം ക്ലിയർ ആക്കാനാണ്, മനഃപൂർവ്വമല്ല, അവിചാരിതമായി സംഭവിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെന്ത് വേണം? കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് ദിയ കൊടുക്കണം, ബ്ലഡ് മണി കൊടുക്കണം. അത് എത്രയാണ് എന്ന് നിയമപാലകർ, കോടതി തീരുമാനിക്കുന്നത്ര അത് കൊടുക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ അതിന്റെ നിയമം അള്ളാഹു പറഞ്ഞു തരികയാണ്. ഇനി മനഃപൂർവ്വമാണ് കൊലയെങ്കിൽ കാലാകാലം നരകത്തിലാണ്, അത് അത്രയും വലിയ പാപമാണ് എന്ന്. ഇനി അള്ളാഹു വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ആരോടും ലസ്ത മൂമിനൻ, നീ മൂമിനല്ല എന്ന് പറയണ്ട. യുദ്ധവേളയിൽ പോലും നീ മൂമിനല്ല, ഈമാനും ഇസ്ലാമല്ല നമ്മളെന്തെങ്കിലും തീരുമാനിക്കാം. ഞാൻ മുസ്ലിമാ, ഞാൻ മൂമിന, ഓൻ മൂമിനല്ല, മുസ്ലിം അല്ല എന്ന് തീരുമാനിക്കുന്ന പരിപാടി നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ ആരെ കൊണ്ടും മൂമിനല്ല, മുസ്ലിം അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊന്നും പറയാൻ പോകണ്ട. എന്നിട്ട്
നല്ലോണം പരിശ്രമിക്കുന്ന ആളുകളും പ്രവർത്തിക്കുന്ന ആളുകളും അല്ലാത്തവരും ഒരുപോലെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീനിന് വേണ്ടി നാടുവിടൽ അനിവാര്യമായ ആ കാലഘട്ടത്തിൽ നമസ്കാരം പോലെ നോമ്പ് പോലെ ഹിജ്റ നിർബന്ധമായ കാലത്ത് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയാൽ അതുകൊണ്ട് ഒരിക്കലും കുടുങ്ങിപ്പോകില്ല, അവന് വിശാലത അള്ളാഹു താല കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഹിജ്റയുടെ കാര്യവും അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇനി 101-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് യാത്രയിൽ നമസ്കാരം കസറാക്കുന്നതിന് തെറ്റില്ല എന്ന്. കസറും ജമ്മിന്റെയും വിഷയം വിശാലമായി പറയേണ്ടതാണ്. പക്ഷെ ഇന്ന് പല ആളുകളും കസറും ജമ്മും ആക്കൂല. കാരണം അത് ആ കാലഘട്ടത്തിലുള്ള ഒരു ആനുകൂല്യാണ്. ഇന്ന് വാഹന സൗകര്യം ഉണ്ട്, ഇഷ്ടം പോലെ വഴിക്ക് പള്ളിയൊക്കെ ഉണ്ട്, എന്ത് കസറാക്കാനാണ്, എന്ത് ജമ്മാക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ അങ്ങാടി നിഷാറായിട്ട് പറയുന്നത് കേൾക്കാം. പിറ്റേന്ന് നോക്കിയാൽ സ്കൂളിന്റെ അടുത്ത് കാവൽ നിന്നിട്ടുണ്ടാവും, ക്യൂ നിന്നിട്ടുണ്ടാവും. എന്താ പഞ്ചായത്ത് 5 കോയിന് കൊടുക്കുന്നുണ്ട് വാങ്ങാനാണ്. അപ്പൊ പഞ്ചായത്ത് കൊടുക്കുന്ന ആനുകൂല്യത്തിന് വലിയ താല്പര്യം കാണിക്കും, അള്ള കൊടുക്കുന്ന ആനുകൂല്യം വേണ്ടാന്ന് പറയും. അള്ള കൊടുക്കുന്ന ആനുകൂല്യം സ്വീകരിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ യാത്രക്കാരൻ കസറാക്കിയാണ് ജമ്മാക്കിയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിച്ചതാണ്. കസറും ജമ്മും ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു അവസരത്തിൽ സൂചിപ്പിക്കാവുന്നതാണ്, വിശദീകരിച്ചാൽ നമ്മുടെ സമയം പോകും. അങ്ങനെ യുദ്ധവേളയിലുള്ള നമസ്കാരവും അല്ലാഹു തആല ഒരു പ്രത്യേക നമസ്കാരമാണത്. എല്ലാവരും കൂടി സുജൂദ് ചെയ്താല് പിന്നെ ശത്രുപക്ഷത്തിന് ജയിക്കാനൊരു പ്രയാസം ഉണ്ടാവൂല. പക്ഷെ ഒരു കൂട്ടർ സുജൂദ് ചെയ്യണം, ഒരു കൂട്ടർ ആയുധമായിട്ട് അവിടെ നിൽക്കണം. ഒരു പ്രത്യേക നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ കാര്യമൊക്കെയാണ് തുടർന്ന് പറയുന്നത്. ഇനി അങ്ങനെ പോയി 107-ലെത്തുമ്പോ ولا تجادل عن الذين يختانون انفسهم ان الذين ان الله لا يحب من كان خوانا نثيما എന്ന് പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു വിഷയം മദീനയിൽ നടന്നത് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഒരു വ്യക്തിയുടെ ഒരു പടയങ്കി കളവ് പോയി, കട്ടത് പിന്നെ അന്ന് മുസ്ലിം പക്ഷത്തുള്ള വ്യക്തി തന്നെയായിരുന്നു. ആ പടയങ്കി ഇട്ടുവെച്ചത് ഏതോ ഒരു ചാക്കിലാണ്. ആ ചാക്കിൽ എന്തോ മാവങ്ങാൻ ഉണ്ടായിരുന്നു. മൂപ്പര എടുത്തു വരുന്ന സമയത്ത് പിന്നെ കോർട്ടിൽ ലൈനിട്ട പോലെ മൂപ്പര കൊലയിലേക്ക് ഇതിന്റെ ലൈന് വന്നു. അങ്ങനെ ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമായി. പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോ ഇവ ഈ ചാക്കെടുത്തിട്ട് ഒരു ജൂതന്റെ പുറയിലാണ് കൊണ്ടാച്ചു രാത്രി. അങ്ങനെ ജൂതനെയാണ് നീലോടി പോയി തൈലോടി എത്തിയതാണെന്ന് പറഞ്ഞെല്ലാം കൂടി പിടിച്ചത് ജൂതനെയാണ്. ജൂതൻ പറഞ്ഞു ഞാൻ എടുത്തതല്ല, പക്ഷെ തൊണ്ടി മുതലൊക്കെ കിട്ടിയത് അവിടെ നിന്ന് വലിയ പ്രശ്നമായി. ഇങ്ങനെ പ്രശ്നമായ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നപ്പോ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ റസൂലിന് വിധിക്കാൻ പറ്റൂ. റസൂല് ഗൈബ് അറിയൂലല്ലോ, മറഞ്ഞ കാര്യം അറിയൂലല്ലോ. അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജൂതൻ പറഞ്ഞു ഇത് ഇവന്റെ വീട്ടിൽ നിന്ന് ഇവൻ കൊണ്ടാച്ചതായിരിക്കും, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ പൊടി വന്നേ കാണുന്നത് എന്നൊക്കെ ജൂതൻ പറഞ്ഞൊക്കെ അതൊന്നും പലപ്പോയില്ല. അപ്പൊ ഏതായാലും അള്ള ഇടപെടുകയാണ്. അതായത് ഒരു ചെറിയ സാധ്യതയുള്ള നീതി കൃത്യമായി കിട്ടാൻ പിന്നെ ഉള്ള ഒരു ചെറിയ സാധ്യത, ഒരു കൂടുതൽ തുടരന്വേഷണം, അത് ഒഴിവാക്കിയതിന്റെ പേരിൽ വരെ അല്ലാഹു തആല ഇടപെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കാൻ പോകരുത് റസൂലേ എന്ന് റസൂലിനോട് അല്ലാഹു തആല പറയുന്ന ഒരു രംഗമാണ്. ഖുർആൻ അപ്പൊ കൂടിയത് ജൂതന്റെ പക്ഷത്താണ്. കാരണം ചെയ്തത് മുസ്ലിം പക്ഷത്തുള്ള ആളാണ്. പക്ഷേ ഈ മുസ്ലിം പക്ഷത്തുള്ള കക്ഷിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. മൂപ്പര് സ്ഥലം വിട്ടാൽ മക്കത്തേക്ക് പോയി കളഞ്ഞു. കാരണം അടയാണല്ലോ പിന്നെ ഓന്റെ അത്തരം ആൾക്കാരൊക്കെ ഉള്ളത്. മക്കത്ത് പോയിട്ട് നന്നാകുമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അവിടെ പോയിട്ട് അവരെ പറ്റി അല്ലാഹു തആല ഇതിൽ പറഞ്ഞത് ഖവ്വാനൻ അസീമാന്ന. കൃത്യമായിട്ട് അല്ലാഹുക്കറിയാം അവന്റെ മനസ്സെന്താണ്, അവന്റെ പ്രവൃത്തി എന്താണ്. വലിയ വഞ്ചകനാണ്, മഹാപാപിയാണ്, ഓൻ കുറ്റകൃത്യത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആളാണ് എന്നൊക്കെ അല്ലാഹു തആല പാസാക്കുകയും ചെയ്തു. മക്കത്ത് പോയിട്ട് അവിടെ ഒരു കൊരേന്റെ ചുമരുകുത്തി എന്നാണ് തഫ്സീറിൽ കാണുന്നത്. ചുമരുകുത്തിയപ്പോ മൂപ്പരെന്ത് ചെയ്ത് ആ ചുമര് വേണ്ടിട്ട് അവിടെ ചത്തുപോയി. അങ്ങനെയാണ് ഓനെ അവിടുന്ന് അവസാനിച്ചു പോയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെയൊക്കെ നീതിയുടെ പക്ഷം, ആ പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന അതിശക്തമായ താക്കീത് ഖുർആൻ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് റസൂലിനെ തന്നെ വശീകരിച്ച് കളയാൻ, റസൂലിന്റെ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തി കളയാൻ അതീവമായ ശ്രമം നടന്നു. ആ ശ്രമത്തിന്റെ ഗൗരവം അല്ല പറയുന്നത് വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മത്തുഹു, അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ
ലഹമ്മ ത്വായിഫത്തും മിൻഹും അൻ യുദില്ലൂക വമാ യുദില്ലൂന ഇല്ലാ അൻഫുസഹും. നിങ്ങളെ തന്നെ ഈ പ്രവർത്തനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുമാർ സ്വാധീനം ചെലുത്തുന്ന അത്ര അവർ കടുത്ത പരിശ്രമം ദീനിനെതിരെ പരിശ്രമിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു പറയാണ്, അള്ളാന്റെ പ്രത്യേകമായ കാരുണ്യം അങ്ങേക്കുള്ളത് കൊണ്ട് തന്നെ അവരുടെ യാതൊരു പ്രവർത്തനവും വിലപ്പോവുകയില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അല്ലാഹു തആല ഉപദേശിക്കുന്നത് സ്വകാര്യം പറച്ചില് വേണ്ട, സുതാര്യം മതി, സ്വകാര്യം വേണ്ട. അവിടെ ഇവിടെ ഇരുന്നിട്ട് 2-3 ആളുകൾ കൂടിയിട്ടുള്ള സ്വകാര്യം പറച്ചിലുണ്ട്, അത് നിർത്തിക്കളയുന്നത് നമ്മളോട് തന്നെ അല്ലാഹു തആല പറയാം. 1-2 കാര്യത്തിനാണ് സ്വകാര്യം പറയേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സദക്ക കൊടുക്കാൻ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നമായിട്ട് നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ട് ആന്ന് പറഞ്ഞു തീർക്കാൻ, 2 കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമ്പോ പിന്നെ രണ്ടാളും കേൾക്ക പറയാൻ പറ്റൂലല്ലോ, ഓരോരുത്തരോട് വേറെ തന്നെ പറയേണ്ടി വരൂലേ. അങ്ങനെ പറയാൻ വേണ്ടി സ്വകാര്യം പറയാ. അതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമോ മറ്റോ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകാര്യം പറയാ എന്നല്ലാതെ ഈ സ്വകാര്യത്ര നല്ലതല്ല, സുതാര്യമാണ് വേണ്ടത് എന്ന് അല്ലാഹു തആല ഉപദേശിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അല്ലാഹു ശിർക്ക് പൊറുക്കൂല എന്ന കാര്യം ഊതി പറയുന്നു. ശിർക്ക് അല്ലാത്തതൊക്കെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് പുറത്തു തരും എന്ന് വീണ്ടും അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹു പറയുന്നത്, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ്, വല്ലാത്തൊരു വാക്കാണ്. അത് നമ്മെ ഉപദേശിക്കുകയാണ്. നിങ്ങളെ പൂജ്യം നടക്കൂല, വേദക്കാരെ പൂജ്യം നടക്കൂല. എന്താ വേദക്കാരെ കൂടി? യൂതന്മാര് പറയും ഓരാ സ്വർഗത്തില്, നസാറാക്കൾ പറയും ഓരാ സ്വർഗത്തില്, മുസ്ലിങ്ങൾ പറയും ഞങ്ങളാ സ്വർഗത്തില്. ഒരു മനുഷ്യന്റെ പൂജ്യം നടക്കൂല എന്ന് അല്ലാഹു തആല പറയാം. സ്വർഗം കിട്ടണം, അതിന്റെ വിലാൻ കൊടുക്കും. സ്വർഗത്തിന്റെ വില എന്താ? കൃത്യമായ ഈമാനും വേണം, അള്ളയും റസൂലും പറഞ്ഞ പോലെ നടക്കുകയും വേണം. അല്ലാതെ ഒരു അവകാശവാദം കൊണ്ട് നേടിയെടുക്കാനുള്ളതല്ല സ്വർഗം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നരകത്തിലേക്ക് ആരും ഉണ്ടാവില്ല, എല്ലാവരും സ്വർഗം തന്നെ അങ്ങ് തീരുമാനിക്കും സ്വർഗത്തിലാണ് എന്ന്. അപ്പൊ നിങ്ങളുടെ വ്യാമോഹം നടക്കൂല, അതിനുവേണ്ടി പണിയെടുക്കണം. ആണാകട്ടെ പെണ്ണാകട്ടെ സാലിഹാത്ത് ചെയ്യുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്താൽ അവനാണ് സ്വർഗത്തിലേക്ക് പോവുക. ഒരൽപ്പം പോലും അവരോടൊന്നും ഒരനീതിയും ചെയ്യപ്പെടുകയില്ല എന്ന് കൂടി അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ ഈ മുതലിനോടുള്ള കടുംപിടുത്തം വേണ്ട. കല്യാണം 2 കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഇസ്ലാമിൽ കഴിക്കണം എന്ന് പറയുന്നില്ല. പലരും പറയൂ പിന്നെ 2 കല്യാണം കഴിക്കാൻ പറയുന്ന, അല്ലെ 4 കെട്ടാൻ പറയുന്ന മതമല്ലേ? ആരോടാ 4 കെട്ടാൻ പറഞ്ഞേ? ആരോടും പറയുന്നില്ല. 1 കെട്ടാൻ തന്നെ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാല് നിസ്കരിക്കുന്ന പോലെ നിർബന്ധമാണോ പെൺകെട്ടരുത്? അല്ല, നിസ്കരിക്കുന്ന പോലെ നോമ്പെടുക്കുന്ന പോലെ നിർബന്ധമില്ല, പിന്നല്ലേ 2 കെട്ടുന്നത്. പിന്നെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിവാഹം വളരെ നല്ലതാണ്. വിവാഹം കഴിച്ചാൽ വലിയ കൂലിയും കിട്ടും. ഒരുപാട് ഓഫറുകളെല്ലാം അല്ലാഹു തആല അതിന് ചെയ്യുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരാൾ ഒരു കല്യാണം കഴിച്ച് ഓനോട് പിന്നെ 2 കെട്ടണം, ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന പറയുന്ന പോലെ അവർ പെണ്ണുകൂടി കെട്ട് അങ്ങനെ പറയുന്ന മതമല്ല ഇസ്ലാം. ഇനി ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, കെട്ടിയാലോ കുഴപ്പമൊന്നുമില്ല, അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇസ്ലാമിനെയാണ് ബഹുഭാര്യത്വത്തിൽ ഒരുപാട് മുന്നിലുള്ള പല ആളുകളും പിന്നെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്ലാഹു തആല പറയുന്നത് അങ്ങനെ 2 കല്യാണം കഴിച്ചാൽ ഒരു പക്ഷെ ഒരുപോലെ സാമ്പത്തികമായി അതുപോലെ ഭൗതികമായ വിഭവങ്ങളൊക്കെ ഒരുപോലെ കൊടുക്കാൻ കഴിയും. ഒരുപോലെ കൊടുത്താലും മനസ്സുകൊണ്ട് ഒരുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം സ്നേഹം നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു ഭാഗത്തേക്ക് തന്നെ വല്ലാണ്ട് ചാഞ്ഞിട്ട് മറ്റത് വളരെ കെട്ടിട്ടേണ്ടാക്കി കളയരുത് എന്നൊക്കെ അള്ളാഹു ഉപദേശിക്കുന്നതായി കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾ നീതിയുടെ വാക്താക്കളാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു മുന്നോട്ട് പോകുന്നത്. അവസാനമായി ഈ ജുസിന്റെ അവസാനമായി ഇൻഷാ അല്ലാഹ് അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചു നിർത്തുകയാണ്. വല്ലാത്തൊരു പ്രതീക്ഷ തരുന്ന ആയത്താണ്. അള്ളാഹ് നിങ്ങളെ എങ്ങനെ ശിക്ഷിക്കാനാണ്? ഇൻ ശകർത്തും, നിങ്ങൾ ശുക്റും ചെയ്തു, ആമന്തും, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. ഈമാനും ഉണ്ട്, ശുക്റും ഉണ്ട്. എന്നാ പിന്നെ എങ്ങനെ നിങ്ങളെ ശിക്ഷിക്കുക?
എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. എന്താണ് ഈ ചോദിച്ചത്? ഖുർആൻ രണ്ടു തരം വായനയുണ്ട്. ഖുർആൻ എങ്ങനെ വായിക്കണമെന്ന് ഖുർആൻ ഇറക്കി തുടങ്ങിയ ഉടനെ ആദ്യത്തെ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ ഖലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം. രണ്ട് പ്രാവശ്യം ഇഖ്റഅ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. ഒരു പക്ഷേ ശ്രദ്ധയിൽ വരാത്ത അർത്ഥമായിരിക്കും ഞാൻ പറയുന്നത്, നല്ലോണം ശ്രദ്ധിക്കണം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവന്റെ നാമത്തിൽ വായിക്കുക. അതായത് സൃഷ്ടിച്ചവന്റെ നാമത്തിൽ എങ്ങനെ വായിക്കാം? സൃഷ്ടി നോക്കണം. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അള്ളാഹ് സൃഷ്ടിച്ചു വെച്ച സംഗതികൾ നോക്കുക. മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും സൂര്യനും ചന്ദ്രനും എന്തെല്ലാം ഉണ്ട് അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചത്. ഈ സൃഷ്ടിച്ചു വെച്ചതിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാം. ആരെ? അള്ളാഹുവിനെ. അള്ളാഹുവിനെ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. അതൊരു വല്ലാത്ത വായനയാണ്. ആ വായനയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ വെറുതെ ആലോചിക്കാതെ ജീവിച്ചു പോകരുത്. രണ്ടാമത് നീ വായിക്കണം, നിന്റെ റബ്ബ് ഉദാരനാണ് എന്ന ഒരു വായനയും കൂടി ഈ പ്രകൃതിയിൽ നീ നടത്തണം. ഈ പ്രകൃതി നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചതാണ്. നിനക്ക് ഔദാര്യം ചെയ്തതാണ് അല്ലാഹു. നിന്നെ ആദരിച്ചതാണ് അല്ലാഹു. അപ്പൊ വെള്ളം സൃഷ്ടിച്ച അല്ലാഹുവിനെ വെള്ളം കാണുമ്പോൾ മനസ്സിലാക്കണം. ആ അല്ലാഹുവിനെ മനസ്സിലാക്കുകയും ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ബിസ്മില്ലാ, അല്ലാഹുവേ നിന്റെ പേര് പറഞ്ഞ് ഈ വെള്ളം ഞാൻ ഉപയോഗിക്കുന്നു, അൽഹംദുലില്ലാഹ്, നിനക്ക് സർവസ്തുതി. അപ്പൊ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് ജീവിക്കുന്ന സമയത്ത് പ്രകൃതിയിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു, നിങ്ങൾ ശുക്റും ചെയ്തു. ഇതല്ലേ പിന്നെ നിങ്ങളുടെ പണി, അതിനല്ലേ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ പ്രകൃതിയിൽ നിന്ന് അള്ളാഹിനെ മനസ്സിലാക്കി, ഇതൊക്കെ അള്ളാഹിൻ്റെതാണ്, എനിക്ക് അള്ളാഹു ഇത് തന്നതാണ്, അള്ളാഹിന്റെ ഔദാര്യമാണ്, ഇത് ഞാൻ ഉപയോഗിക്കുമ്പോ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കണം, അതാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്താൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ശിക്ഷിക്കുക എന്നത്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ശിക്ഷിക്കുക? വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പോ നമ്മള് ആരാണ്, എവിടെയാണ് ജീവിക്കുന്നത്, ആരാണ് അല്ലാഹു, എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കി തന്നത് എന്ന ആലോചന വളരെ ആഴത്തിൽ നമുക്കുണ്ടാകണം. ആ രൂപത്തിൽ ചിന്തിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി അവന് നന്ദി ചെയ്യുന്ന, ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു